ഹായ് ഓൾ, വെൽക്കം ടു മിസ്റ്റിക്കൽ മേക്ക്. സോ നമ്മുടെ ഡോംസിൻ്റെ ചാമ്പ്യൻസ് കിറ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പെൻസിൽ പാക്ക് ഉണ്ട്, ഒരു വാട്ടർ കളർ പെൻ പാക്ക് ഉണ്ട്, പിന്നെ ഒരു പെൻസിൽ പാക്ക് ഉണ്ട്, കളർ പെൻസിൽ പാക്ക്, പിന്നെ ഒരു പ്ലാസ്റ്റിക് ക്രയോൺ പാക്ക്, ഇറൈസർ, ഷാർപ്നർ, ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 99 റുപ്പീസാണ്. പക്ഷെ ഞാനിതൊരു ഓഫറിന് 60 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു സെക്യൂർഡ് പാക്കിംഗ് ആണ് ഇത്. ടോപ്പ് പോർഷൻ നമുക്കൊന്ന് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സിപ്പ് ലോക്ക് ഉണ്ട്. സിപ്പ് ലോക്കും അത്യാവശ്യം നല്ലൊരു ടൈറ്റായിട്ടാണ് ഇരുന്നത്. സോ ഞാൻ എൻ്റെ സർവ്വശക്തിയും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഓപ്പൺ ആക്കിയത്, കാരണം അത്രയ്ക്ക് ടൈറ്റായിരുന്നു. സോ ഇറ്റ്സ് എ സെക്യൂർഡ് പാക്കിംഗ്. ആൻഡ് ദെൻ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഒരു പെൻസിൽ പാക്കാണ്. സോ ഞാൻ ഈ തപ്പുന്നത് ഇത് ഏത് ഭാഗത്തു നിന്ന് തുറക്കണം എന്നാണ് തപ്പുന്നത്. അവസാനം ഇതെങ്ങനെയൊക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു HB2 വരുന്നത് ഒരു 5 പെൻസിലാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ആൻഡ് ദെൻ ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇത് ഞാനൊന്ന് അടച്ച് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്, ഇച്ചിരി പുതുമയൊക്കെ നിലനിർത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അകത്തുനിന്ന് ഞാൻ എടുക്കുന്നത് നമ്മളുടെ പെൻസിലാണ്, കളർ പെൻസിൽ. ഇതിൻ്റെ അകത്ത് 12 ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഏതൊക്കെ ഷെയ്ഡ്സാണ്. ഫ്രണ്ടിൽ തന്നെ ഷെയ്ഡ്സ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഷാർപ്നറും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് നമ്മളുടെ പെൻസിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. സോ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആൻഡ് ദെൻ നമ്മൾ എടുക്കുന്നത് നമ്മളുടെ വാട്ടർ കളർ പെൻ പാക്കാണ്. അത്യാവശ്യം സ്കെച്ച് പോലെ ഇരിക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ എല്ലാം യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് 15 ഷെയ്ഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ താഴെ തന്നെ അത് ഏതൊക്കെ ഷെയ്ഡ്സ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ, എടുത്ത് മൊത്തത്തോടെ എടുക്കുന്നില്ല, കാരണം അതിൻ്റെ ആ ഒരു ഓർഡറൊന്നും ഷഫിൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ദെൻ പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ക്രയോൺ ആണ്. ഇതൊരു 5 ഷെയ്ഡാണുള്ളത്. 5 ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇതൊക്കെയാണ് 5 ഷെയ്ഡ്. അപ്പോൾ ഇതെടുത്തപ്പോഴാണ് ഒരു പണി കിട്ടിയത്, കാരണം നമ്മുടെ ഗ്രീനിൻ്റെ ആ ഒരു ക്രയോൺസിൻ്റെ ടോപ്പ് പോർഷൻ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി സങ്കടമായിപ്പോയി, കാരണം എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ട് അത് മാത്രം ഒന്ന് പൊട്ടിപ്പോയായിരുന്നല്ലോ. സോ ഞാനിതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സോ എടുത്ത് പിന്നെ ഞാൻ എല്ലാം അടുക്കി പറക്കിയെല്ലാം വയ്ക്കുന്നുണ്ട്. സോ നമുക്കിനി അടുത്തതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. അതെന്ന് പറയണത് നമ്മളുടെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഇറൈസർ ആൻഡ് ഷാർപ്നറാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മളുടെ ആ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ആ ഒരു ക്രയോൺസ് ഒന്ന് പൊട്ടിപ്പോയതാണ്. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ഞാൻ യൂസ് ചെയ്തില്ല, യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ്.